ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ്ക്യൂഎല്ലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മളത് എസ്ക്യൂഎൽ എന്താണെന്നും അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് തിയറീസ് ആയിരുന്നു പഠിച്ചിരുന്നത് അല്ലേ. എന്തൊക്കെയാണ് അതിൻ്റെ 3 കമ്പോണൻസ് എന്ന് നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എസ്ക്യൂഎല്ലിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കിയിരുന്നു. ഓക്കെ, നമ്മൾ കൈലറിക്സിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്ന ഒരു ടൂളാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ആപ്ലിക്കേഷനാണ് MySQL. ഓക്കെ, അപ്പോൾ ഈ MySQLനകത്തേക്ക് നമുക്ക് എങ്ങനെ കയറാമെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും എസ്ക്യൂഎല്ലുമായിട്ട് നമുക്ക് ഡാറ്റാബേസുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാമെന്നും നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് അതിനകത്തൊരു ഡാറ്റാബേസ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ആ ഡാറ്റാബേസ് യൂസ് ചെയ്യാനും അതിനകത്തേക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ആ ടേബിളിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ വരെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നും ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. സോ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എസ്ക്യൂഎല്ലിൻ്റെ ഡാറ്റ ടൈപ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എസ്ക്യൂഎല്ലിനകത്ത് നമ്മൾ കുറച്ച് ഡാറ്റ ടൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എസ്ക്യൂഎല്ലിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിസ്റ്റത്തിൽ ഇതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാളായിട്ട് എസ്ക്യൂഎൽ വരാറില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത MySQL ഓൾറെഡി ഇൻസ്റ്റാൾ അല്ലാത്ത സിസ്റ്റത്തിൽ എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയെന്ന് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. ഓക്കെ, ഇൻറ്റീജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷൻസ്. അതായത് ഡെസിമൽ വാല്യൂസ് ഒന്നുമില്ലാത്ത, പോയിൻ്റ് വരാത്ത എല്ലാ നമ്പേഴ്സും, അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാം. ഓക്കെ, ഈ നമ്പേഴ്സാണ്, ഫ്രാക്ഷൻസ് ഒന്നുമില്ലാത്ത നമ്പേഴ്സാണ് ഇൻറ്റീജർ എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത ഡാറ്റ ടൈപ്പ് വരുന്നത് ഡെസിമൽ. ഡെസിമൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ പോയിൻറ്റ്സ് വരും. അതായത് ഇപ്പം 225.99 അല്ലെങ്കിൽ 250.0.1. ഓക്കെ, ഇങ്ങനെയുള്ള ഫ്രാക്ഷൻ നമ്പേഴ്സാണ് ഡെസിമൽ എന്ന ഡാറ്റ ടൈപ്പിൽ വരിക. അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. അതായത് ക്യാരക്ടർ അല്ലെങ്കിൽ ചാർ എന്ന് പറയും. ഓക്കെ, ക്യാരക്ടർ മീൻസ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിംബൽസ് എക്സെട്ര. അതായത് നമ്മുടെ കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും എന്താണ്, സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എസ്ക്യൂഎല്ലിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ചാർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുക. സോ ഇതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ചാർ അല്ലെങ്കിൽ ക്യാരക്ടർ, ഒരു ബ്രാക്കറ്റിൽ നമ്മളതിൻ്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, സോ ആ വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 255. ഓക്കെ, 255 ലെറ്റേഴ്സിനുള്ളിൽ നമുക്ക് ഏത് ക്യാരക്ടർ വേണമെങ്കിലും നമുക്കതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതായത് ഈ ഒരു ഡാറ്റ ടൈപ്പിനകത്തിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ലെറ്റേഴ്സ് മാക്സിമം 255 ആണ്. ഓക്കെ, അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വർച്ചാറാണ്. ഇത് സെയിം ആണ്, അതായത് മുകളിലത്തെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൻ്റെ ഒരു സിമിലാരിറ്റി തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിലത്തെ ചാർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന ഡാറ്റ ടൈപ്പിന് അപ് ടു 255 ക്യാരക്ടേഴ്സ് ആയിരുന്നെങ്കിൽ വർച്ചാറിലേക്ക് വരുമ്പം 0 to 65,535 ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കീബോർഡിലുള്ള 255 ലെറ്റേഴ്സ് മാത്രമേ എനിക്ക് അതിനകത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വർച്ചാർ എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ 255 പകരം 65,535 ലെറ്റേഴ്സ് എനിക്ക് എന്താ പറയുക, ഈ ഡാറ്റയ്ക്കകത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ 4 എണ്ണമാണ് മെയിനായിട്ട് നമ്മൾ എസ്ക്യൂഎല്ലിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റ ടൈപ്പ് വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുക. അതിനുശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്ക്യൂഎല്ലിനകത്തിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പാലിക്കേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ മെയിനായിട്ട് വേണ്ട 3 കൺസ്ട്രെയിൻസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. 3 മാത്രമല്ല, വേറെ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ SQLനകത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 3 പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തേത് നോട്ട് നൾ ആണ്. നോട്ട് നൾ എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദാറ്റ് എ കോളം ക്യാൻ നെവർ ഹാവ് എ empty വാല്യൂസ്. അതായത് ഒരു കോളം നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പം അതിനകത്തിൽ empty വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല എന്നൊരു റൂളാണ് നോട്ട് നൾ എന്ന കൺസ്ട്രെയിൻറ്റ് പറയുന്നത്. അടുത്തതായിട്ട് യുണീക്കാണ്. ഇറ്റ് എൻഷ്യൂർസ് നോ 2 rows ഹാവ് ദ സെയിം വാല്യൂ ഇൻ ദ കോളം സ്പെസിഫൈഡ് വിത്ത് ദിസ് കൺസ്ട്രെയിൻറ്റ്. അതായത് ഈ ഒരു കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്ന കോളത്തിനകത്തിൽ 2 റോയ്ക്കകത്തിൽ ഒരിക്കലും സെയിം വാല്യൂസ് വരാൻ പാടില്ല. ഓക്കെ, ആ ഒരു റൂളാണ് യുണീക്ക് എന്ന കൺസ്ട്രെയിൻറ്റ് പറയുന്നത്. അടുത്തായിട്ട് വരുന്ന പ്രൈമറി കീ ആണ്. ഓക്കെ, ഇറ്റ് ഡിക്ലെയർസ് എ കോളം ആസ് ദ പ്രൈമറി കീ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നോട്ട് നൾ ആൻഡ് യുണീക്ക്. അതായത് നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിൻറ്റിൻ്റെയും അതുപോലെ തന്നെ യുണീക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിൻറ്റിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് പ്രൈമറി കീയെ യൂസ് ചെയ്യാം. ഈ പ്രൈമറി കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം. നമുക്ക് ഇപ്പോൾ ഒരു സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോളേജിലാണെങ്കിൽ അവിടെ ഒരു പേരുള്ള ഒരുപാട് സ്റ്റുഡൻസ് കാണും അല്ലേ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ID കാർഡുള്ളത് അല്ലേ. ID കാർഡ്, അതുപോലെ തന്നെ റോൾ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു റോൾ നമ്പർ, ആ ഒരു സ്പെസിഫിക് നമ്പർ ആണ് ഇവിടെ പ്രൈമറി കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാറ്റാസ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഇൻറ്റ് പ്രൈമറി കീ എന്ന്. അത് ഒരു സീരിയൽ നമ്പർ എന്ന് പറഞ്ഞൊരു കോളത്തിന് നമ്മൾ പ്രൈമറി കീ എന്നൊരു കൺസ്ട്രെയിൻറ്റ് കൊടുത്തിരുന്നു. സോ ആ ഒരു പർട്ടിക്കുലർ കോളത്തിനെ ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് SQLൻ്റെ ഡാറ്റ ടൈപ്സും അതുപോലെ തന്നെ കൺസ്ട്രെയിൻസുമാണ്. സോ ഇനി നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. അതായത് SQLൻ്റെ, അതായത് MySQLൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമൽ യൂസറിൽ നിന്നും റൂട്ട് യൂസർ ആവുക. sudo su എന്ന കമാൻഡ് കൊടുത്ത് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ റെപ്പോസിറ്ററീസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, apt അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് എന്ന കമാൻഡ് കൊടുത്ത് എൻ്റർ അടിക്കുക. ഓക്കെ ഗൈസ്, അതിനുശേഷം apt get install mariadb server സ്പേസ് mariadb client -y എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അത് രണ്ടും ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ അടുത്ത കമാൻഡ് കൊടുക്കുക systemctl start mariadb. ഓക്കെ, ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു സർവീസ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. അതിനുശേഷം നിങ്ങൾ അടുത്ത കമാൻഡ് കൊടുക്കുക systemctl enable mariadb. ഓക്കെ, ഈ ഒരു 2 കമാൻഡ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 2 കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു MariaDB എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്കവിടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ എനേബിൾ ആയിട്ടുണ്ടാകും. സോ ഇനി നമുക്കതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും systemctl സ്റ്റാറ്റസ് എന്ന് കൊടുക്കുക. ഓക്കെ, systemctl സ്റ്റാറ്റസ് MariaDB എന്ന് കൊടുക്കുക. എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, അവിടെ ആക്റ്റീവ് എന്ന് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ എനേബിൾഡ് എന്നും കാണാൻ സാധിക്കും. ഓക്കെ, എന്താ നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇതാ അവിടെ ഗ്രീൻ കളറിലായിട്ട് ആക്റ്റീവ് ബ്രാക്കറ്റിൽ റണ്ണിങ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് എനേബിൾഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ വിൻഡോ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്യുക, Ctrl+C കൊടുക്കുക. ഓക്കെ, അപ്പം MariaDB സെർവർ നമ്മുടെ സിസ്റ്റത്തിൽ എനേബിൾ ആയിട്ടുണ്ട്. സോ ഇനി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അടുത്ത കമാൻഡ് കൊടുക്കുക MySQL ഒരു അണ്ടർസ്കോർ കൊടുക്കുക. അതിനുശേഷം സെക്യൂർ, വീണ്ടും അണ്ടർസ്കോർ, അതിനുശേഷം ഇൻസ്റ്റാളേഷൻ. ഓക്കെ, MySQL സെക്യൂർ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക, എൻ്റർ അടിക്കുക. അന്നേരം നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും, അതിനെല്ലാം Y എന്ന ആൻസർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ മുമ്പേ ഇൻസ്റ്റാൾ ചെയ്തപ്പം ഒരു സാധനം കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നുപോയി. നമ്മൾ നേരത്തെ MariaDB സെർവറും ക്ലയൻറ്റുമാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. സോ ഒരു പാക്കറ്റ് കൂടി ഉണ്ടായിരുന്നു, ക്ലയൻറ്റ് കോമ്പാറ്റ് എന്ന്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ വിട്ടുപോയിരുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ കമാൻഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്രീൻ കളർ കാണാൻ സാധിക്കുന്നുണ്ടാവും. സോ ആ ഒരു കമാൻഡ് എൻ്റർ അടിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ഇതുപോലെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വരും, കറണ്ട് പാസ്വേഡ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് അത് എൻ്റർ കൊടുക്കുക. ഓക്കെ, നണ്ണായിട്ട് അവിടെ ഒരു നൾ വാല്യൂ കൊടുക്കുക, എൻ്റർ അടിക്കുക. അതിനുശേഷം അടുത്ത കമാൻഡ് വന്നിട്ടുണ്ട്, അതിന് Y എന്ന് കൊടുക്കുക, വീണ്ടും Y എന്ന് കൊടുക്കുക. ഓക്കെ, അടുത്ത കമാൻഡ് ചേഞ്ച് റൂട്ട് പാസ്വേഡ് ആണ്. ഓക്കെ, റൂട്ട് പാസ്വേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കലിയുടെ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന് റീ എൻ്റർ കൊടുത്തതിന് ശേഷം വീണ്ടും എൻ്റർ അടിക്കുക. വീണ്ടും അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലുള്ള ഇനി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും Y തന്നെ കൊടുക്കുക.
ഓക്കെ, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിനും യെസ് എന്ന് കമാൻഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വേർഷൻ ചെക്ക് ചെയ്യാം. അതായത് നമുക്ക് MySQLൻ്റെ ആ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് MySQL സ്പേസ് വേർഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി MySQL നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, നമുക്കിനി SQLിലേക്ക് ഒന്ന് കയറി നോക്കാം. അതിന് വേണ്ടിയിട്ട് MySQL സ്പേസ് -u റൂട്ട് എന്ന് കൊടുക്കുക, റൂട്ട് യൂസർ കൊടുക്കുക. അതിനുശേഷം -p ഫോർ പാസ്വേഡ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ MySQLനകത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഷോ ഡാറ്റാബേസസ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനകത്തിൽ ഓൾറെഡി വന്നിട്ടുള്ള എന്താ പറയുക ഡാറ്റാബേസസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.